അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ഉണ്ണിമൂന്നൻ പിന്നെയും ഏറി കയറാനുള്ള സാധ്യത കണ്ടു. ഇന്നിപ്പോൾ ഏറി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിയുടെ മാനേജർ 5 കൊല്ലമോ 6 കൊല്ലമോ ആയിട്ട് എങ്ങാണ്ട് മാനേജറായിട്ടുള്ള ആളിനെ മർദ്ദിക്കപ്പെട്ട മാനേജർ പോയിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണേലും സംഭവമൊക്കെ വെളിപ്പായിട്ടുണ്ട്. പുള്ളി അങ്ങ് മാർക്കോ ആണെന്ന് ഉള്ള ഫീലിങ്ങിലായിപ്പോയെന്ന് തോന്നുന്നു. പുള്ളിക്ക് അല്ലെങ്കിൽ പണ്ട് മുതലേ കുറച്ച് ഒരു ഇത് കൂടുതലാണ്. അത് പലരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പച്ച മനുഷ്യനാണ്, പുള്ളി ഒരു മഞ്ഞ മനുഷ്യനാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് സോഫ്റ്റ് ആക്കിക്കളയും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊരു അഹങ്കാരവും കുറച്ചൊരു തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആളാണ്. അതിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം പുള്ളി സ്വയം വഴിവെട്ടി വന്നവനാണ്. കുറേ ആൾക്കാരുടെ അടുത്ത്, ലോഹിദാസ് സാറിൻ്റെ അടുത്ത് പോലും പുള്ളി അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതൊന്നും എളുപ്പമായിരുന്നു കാണില്ല. ആ സമയത്ത് ഈ ഓരോ വലിയ വലിയ നടന്മാരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളും, പിന്നെ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് വക ആൾക്കാരൊക്കെയാണ് വരുന്നത്. നമ്മൾ കുറേ സിനിമ ഫീൽഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ വലിയ ഗ്ലാമറസ് ആയിട്ടും നല്ല രസമായിട്ടൊക്കെ തോന്നും. പക്ഷേ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പോകും തോറും അതിൻ്റെ ഒരു പുളി നിങ്ങൾക്ക് മനസ്സിലാവും. പുളിയും എരിവും ഉപ്പും മുളകും എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു ഫീൽഡാണ് ഈ സിനിമ ഫീൽഡ്. എനിക്ക് ചെറുതായിട്ടറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പല ആൾക്കാരും നമ്മൾ കാണുന്ന പോലെയല്ല. ഈ ഉണ്ണിമൂന്നൻ ഇപ്പോൾ തല്ലി എന്ന് പറയുന്നതിൽ 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. നീ വലിയ ബുദ്ധിമാനാണോ എന്നൊന്നും ചോദിച്ചു കളയരുത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഉണ്ണിമൂന്നൻ തല്ലി എന്ന് പറയുന്നതിൽ 2 കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഉണ്ണിമൂന്നൻ ചുമ്മാ തല്ലില്ല, അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ ചുമ്മാ തല്ലിയാണെങ്കിൽ അത് തോന്നിയാസമാണ്, അത് പുള്ളിക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, ഈ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ വ്യക്തി കുറേ കാലമായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കുറേ സീക്രട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അല്ലെങ്കിൽ അത്രയ്ക്കും ക്ലോസ് ആയിരിക്കില്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് പുള്ളി ഇപ്പോൾ ഉടനെ എടുത്തടിക്ക് വന്ന് അടിച്ചു വിട്ടിട്ടുള്ളത്. ഗോകുലം പിക്ചർ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുകയായിരുന്നു ഉണ്ണിമൂന്നൻ്റെ. അപ്പോൾ അത് ഡ്രോപ്പ് ഔട്ടായി. അത് ഡ്രോപ്പ് ആയതോടെ ഉണ്ണിമൂന്നൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ്. പിന്നെ എന്തോ ഗെറ്റ് സെറ്റ് ബേബിയോ അങ്ങനെ എന്തോ ഒരു സിനിമയൊക്കെ വന്നില്ലേ പുള്ളിയുടെ, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷായി പോയി. ഈ മാർക്കോ വിജയിച്ച തന്നെ ഒരു എങ്ങനെയൊക്കെയോ വിജയിച്ചതാണ്. അത് ഭയങ്കര രസമുള്ള പടമൊന്നുമല്ല, ഭയങ്കര സ്ക്രീൻ പ്ലേയും ഭയങ്കര കഥയും അങ്ങനെയൊന്നുമല്ല. ആ മേക്കിംഗ് കാരണം വിജയിച്ചത്. അതൊരു ഫസ്റ്റ് ടൈം നമ്മൾ മലയാളീസ് കാണുന്നതാണ്. നമ്മൾ മലയാളീസ് മാത്രമല്ല, തമിഴിലും തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒരു പടം, ഒരു ലോ ബഡ്ജറ്റ്, വലിയ ബഡ്ജറ്റൊന്നുമില്ല സിനിമയ്ക്ക്, എന്നാലും അത്യാവശ്യം കാണാൻ ഭയങ്കര ആ മേക്കിംഗ് കണ്ടപ്പോൾ ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ സിനിമയിൽ ഇടയ്ക്ക് ഗോളടിക്കുന്ന പരിപാടി, ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ വലിയ സംഭവമൊന്നുമല്ല. മാളികപ്പുറത്തിൽ അയ്യപ്പ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിൻ്റെ ഒരു വിളിയും, ആ കൊച്ചിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും ആ കൊച്ചിനെ കാണുമ്പോൾ. അങ്ങനത്തെ ഒരു സിനിമയാണത്. ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ക്രിഞ്ചാണ്, ഞാൻ ഊളനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഒന്ന് പറഞ്ഞിട്ട് പോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ആ സിനിമ അയ്യപ്പ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അയ്യോ എന്താ പാടാ ഇത്, 2020 കാലഘട്ടത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്രിഞ്ച് പടം. പക്ഷേ അയ്യപ്പൻ എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ് ഇന്നും നമ്മുടെ നാട്ടിൽ വളരെ സജീവമാണ്, വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് അതിലൊരു ഭയങ്കര സെൻറ്റിമെൻറ്റുള്ള ആൾക്കാരുണ്ട്. പിന്നെ അയൽ രാജ്യമായ നമ്മുടെ തമിഴ്നാടാണെങ്കിൽ പറയണ്ട. തമിഴ്നാട്ടിലാണെങ്കിൽ ചെരുപ്പിടാതൊക്കെയാണ്, പോലീസുകാർ വരെ ചെരുപ്പിടാതൊക്കെയാണ് നടക്കുക അവരുടെ ഡ്യൂട്ടി സമയത്ത് പോലും. പിന്നെ തമിഴ്നാട്ടിലെ ചൂടറിയാമല്ലോ. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഈ ചെന്നൈ, വേലൂർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിസംബർ നവംബറിൽ പോലും അത്യാവശ്യം നല്ല ചൂട് കാണും. റോഡൊക്കെ ഇങ്ങനെ പഴുത്തിട്ടായിരിക്കുക. അതിലൊക്കെ ചെരുപ്പിടാതൊക്കെ നടക്കണമെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊരു വിശ്വാസം ഭയങ്കരമാണ് അവരുടെ. പിന്നെ അവർ ബുദ്ധിയില്ലാത്തവരാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ ഊളന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കും എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ മാളികപ്പുറം വിജയിച്ചത്. പിന്നെ ഈ മാർക്കോ, പിന്നെ മേപ്പടിയാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ നരിവേട്ട കണ്ടു. നരിവേട്ട നല്ലൊരു കഥയായിരുന്നു നരിവേട്ടയുടെ. പക്ഷേ അതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ടൊവിനോ കാരണം അത് അടിച്ചുപോയി എന്ന് ഞാൻ ഇന്നലെ എൻ്റെ ഒരു റിവ്യൂവിൽ പറഞ്ഞായിരുന്നു. റിവ്യൂ കാര്യമായിട്ട് ആരും കണ്ടിട്ടില്ല, 10 പേരെ കണ്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ അതിനൊരു വലിയ പ്രശസ്തി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വന്നിട്ട് വിളിച്ച് പറയുമ്പോൾ പിന്നെ ആ വീഡിയോ ആയിട്ട് കാണുമ്പോൾ, എനിക്ക് പണ്ട് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും ഒത്തു വന്ന 1-2 സിനിമയിൽ സീൻ കട്ട് ചെയ്ത് കളയുകയും നമ്മളെ പുറത്താക്കുകയും ഒക്കെ, അങ്ങനത്തെ നമ്മൾ ഈ കാല് പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെയാണ് സിനിമാക്കാരെന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ആൾക്കാരാണ്. പിഷാരടി ഒരു സിനിമയിൽ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെന്ന് തോന്നുന്നു. അതെ, ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ പിഷാരടി പറയും, സൂപ്പർ സ്റ്റാർ വരുമ്പോൾ പിറന്ന വടി നിൽക്കാൻ ആൾക്കാർ തയ്യാറാണ്, പിന്നെയാണോ എണീറ്റ് നിൽക്കാൻ പ്രശ്നമെന്ന്. അങ്ങനെ ഒരു അർത്ഥത്തിൽ, കറക്റ്റ് ഡയലോഗ് അതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി. അപ്പോൾ ഈ ഉണ്ണിമൂന്നൻ്റെ ഈ ജാടയും കാര്യങ്ങളും
അത് ജാടാന്ന് പറയാൻ പറ്റില്ല. അത് കുറച്ച് നാളാകുമ്പോൾ അതങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പോൾ നിവിൻ പോളി ഔട്ടാവാൻ കാരണവും ഇതൊക്കെ തന്നെ. പക്ഷേ നിവിൻ പോളി ആരെയും തല്ലിയിട്ടൊന്നും ഇല്ല. പക്ഷേ എന്നാലും തല്ലേണ്ട കാര്യമില്ല. തല്ലുന്നവർ കുറേയൊക്കെ നല്ലവരാന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവർക്ക് ആ ദേഷ്യം പെട്ടെന്ന്, വലിയ തല്ലല്ല കേട്ടോ, ചെറുതായിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യപ്പെടുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് അവരുടെ ദേഷ്യം അങ്ങ് തണുക്കും. പക്ഷേ ചില ആൾക്കാരുണ്ട്, അവരിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് പണി തരും. അത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമയിൽ. ചില ആൾക്കാരുമായിട്ടൊക്കെ ഉടക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തല പൊക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിനാണെന്നറിയില്ല. അത് വിഷ്വലായിട്ട്, കാരണം അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല പിള്ളേർക്ക്. അതാണ് പ്രശ്നം. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് റിയാലിറ്റി എന്നറിയില്ല. റിയാലിറ്റി അറിയാനുള്ള ശ്രമം അവർ നടത്തുന്നില്ല. അവരൊരു ലോകത്താണ്. ആ ഒരു ലോകത്തിൽ അവർ ചെയ്യുന്നത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്, അത് തന്നെ നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഉണ്ണിമൂന്നൻ്റെ കാര്യം, ഉണ്ണിമൂന്നൻ മിക്കവാറും ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാശൊക്കെ കൊടുത്ത് ഒതുക്കി ഇത് സോൾവ് ആവും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ കാശുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അപ്പോൾ അതങ്ങനെ സോൾവ് ആവും. പക്ഷേ എന്നാലും പുള്ളിയുടെ ഈ ആറ്റിറ്റ്യൂഡ് കാരണം പുള്ളിക്ക് ഇനിയും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതുപോലത്തെ ആൾക്കാരാണ് വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുള്ളത്. ഈ ബാലയ്യ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ തെലുങ്കിൽ ഭയങ്കര സൂപ്പർ സ്റ്റാർ, ഈ ചാടിയും പറന്നൊക്കെ പോകുന്ന ആൾ. പക്ഷേ അയാൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അയാളുടെ അപ്പൻ എന്ന് പറയുന്നത് പിന്നെ അപ്പൂപ്പനും മാമനും മച്ചാനും ഒക്കെ വലിയ വലിയ ടീംസാണ്. അപ്പോൾ ഈ ബാലയ്യ എന്ന് പറയുന്ന ആൾ, പുള്ളി സെറ്റിലൊക്കെ വരുമ്പോൾ ആരെങ്കിലും കുറച്ച് കാണാൻ രസമുള്ള ഒരുത്തനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനെയൊക്കെ പുള്ളി പിടിച്ച് പുറത്താക്കി കളയുമെന്നൊക്കെയാണ്. മമ്മൂക്കയെക്കുറിച്ച് വരെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഊളി ഇൻഡസ്ട്രിയാണ് ഈ സിനിമ ഇൻഡസ്ട്രി. ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഉണ്ണിമൂന്നൻ്റെ കേസ്, ഇതൊക്കെ സാധാരണ കേസാണ്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഹൈപ്പ്, ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ അറിയുന്നു. പിന്നെ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഹൈപ്പും ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലാവരുടെ കയ്യിലും ഈ മീഡിയ, ഈ ഒരു പണ്ട് വലിയ വലിയ ഈ പത്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ചെയ്തിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എരിച്ചിലാണ് ഈ സിനിമക്കാർക്ക്. ഇപ്പോൾ ഉണ്ണിമൂന്നൻ ആരെങ്കിലുമൊക്കെ വിളിച്ച് തെറി പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പറയില്ലെന്ന് വിചാരിക്കുന്നു. പുള്ളിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ. അതാണ് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം പുള്ളിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത്.